കർഷകർ കരുതിയിരിക്കുക. ബഫർ സോൺ വിഷയത്തിൽ അവർക്ക് വേണ്ടി രംഗത്തുള്ളവരും മുഖ്യമന്ത്രിയോ സർക്കാരോ ഇപ്പോൾ കാട്ടുന്ന മനോഭാവം തെറ്റായ സുരക്ഷിതത്വ ബോധത്തിലേക്ക് ആരെയും നയിക്കാതിരിക്കട്ടെ. സർക്കാർ തനിയെ വിചാരിച്ചാൽ പോലും പരിഹരിക്കപ്പെടാത്ത വീഴ്ചയാണ് ഇതിനകം സംഭവിച്ചത്. അല്ലെങ്കിൽ കർഷകർക്ക് കോടതിയുടെ തിരിച്ചടി കിട്ടാനും തങ്ങൾക്ക് കൈ കഴുകാനും പാകത്തിലുള്ള നീക്കം. ഇത്രയും നാൾ എവിടെയായിരുന്നു കർഷകരെ രക്ഷിക്കേണ്ടിയിരുന്ന ഭരണാധികാരികൾ? ഒരു നാൾ കൊണ്ട് സംഭവിച്ചതിനെ അല്ല മലയോരത്തെ ജനത പ്രതിഷേധിക്കുന്നത്. വനമേഖലയോട് ചേർന്ന് 1 കിലോമീറ്റർ വീതിയിൽ ബഫർ സോൺ അഥവാ കരുതൽ മേഖല നിലനിർത്തണമെന്ന് ജൂണിൽ സുപ്രീം കോടതിയുടെ വിധി വന്നത് മുതൽ പലവട്ടം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം. നിരവധി പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കപ്പെട്ട വിഷയം. നിർദ്ദിഷ്ട കരുതൽ മേഖലയിലെ ഭൂവിനിയോഗം, നിർമ്മിതികൾ തുടങ്ങിയവ സംബന്ധിച്ച് വിശദമായ സർവേ റിപ്പോർട്ട് നൽകാനും കോടതി ജൂണിലെ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിനുള്ള വലിയ സാധ്യത തന്നെയായിരുന്നു ആ നിർദ്ദേശം. സാധ്യത മാത്രമല്ല, ഗൗരവമേറിയ ഉത്തരവാദിത്വവും. കരുതൽ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളുടെയും നിർമ്മിതികളുടെയും കൃഷിയിടങ്ങളുടെയും കണക്കെടുത്ത് 1 കിലോമീറ്റർ കരുതൽ മേഖല എന്ന സാർവത്രിക ബാധ്യതയിൽ ഇളവിന് അപേക്ഷിക്കണമായിരുന്നു സർക്കാർ. അതിന് മുഖ്യമന്ത്രിയോ വനമന്ത്രിയോ നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്യണമായിരുന്നു. മഹാരാഷ്ട്ര സർക്കാർ അത് യഥാസമയം ചെയ്തു. പക്ഷെ കേരളത്തിലെ ഭരണ നേതൃത്വം അതിൽ വീഴ്ച വരുത്തി. കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വിട്ടു. മാത്രമല്ല, ഉപഗ്രഹ സർവേ ഓഗസ്റ്റിൽ പൂർത്തിയാകുകയും അത് പിശകുകളുടെ കുമ്പാരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ആ മാപ്പ് പുറത്തുവിടുകയോ ശരിയായ വിവരങ്ങൾ മറ്റു വിധത്തിൽ ശേഖരിച്ച് അവയും കൂടി കോടതിക്ക് സമർപ്പിക്കാൻ നടപടി എടുക്കുകയോ ചെയ്യാതെ 3 മാസം പാഴാക്കി. എന്തുകൊണ്ടായിരുന്നു ഈ ഉപേക്ഷ? വെറും വീഴ്ചയെങ്കിൽ തന്നെ മാരകമാണിത്. ആരോ തിരുത്താൻ സമയമില്ലെന്ന ന്യായത്തിൽ സുപ്രീം കോടതിക്ക് മുമ്പാകെ കർഷകർക്ക് ദ്രോഹകരമായ രേഖ സമർപ്പിക്കാനുള്ള തന്ത്രമോ? ഇത്രയേറെ ജനങ്ങളുടെ ജീവിതങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയം ഇത്തരത്തിൽ കൈകാര്യം ചെയ്ത സർക്കാരിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇതൊരു സാധാരണ വീഴ്ചയല്ല, കൈപ്പിഴയല്ല. കാരണം നാളുകളായി നിരവധി പേർ ഭരണാധികാരികളെ ഇക്കാര്യം ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. വാർത്തകളിലും മാധ്യമ അവതരണങ്ങളിലും വിഷയം വ്യാപകമായി ഇടം പിടിച്ചതുമാണ്. എന്നിട്ടും 11ാം മണിക്കൂറിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കർഷകർ അപകടം കരുതിയിരുന്നേ മതിയാകൂ എന്നാണ് അർത്ഥം. അല്ലാത്ത പക്ഷം വിഴിഞ്ഞം സമരത്തിൽ സംഭവിച്ചത് തന്നെയാകും ആവർത്തിക്കുക. മത്സ്യത്തൊഴിലാളികളുടെ സമരശേഷിയും അവർക്ക് വേണ്ടി സമരരംഗത്തെത്താൻ ലത്തീൻ സഭാ നേതൃത്വത്തിനുള്ള സാധ്യതയും തകർക്കുന്നതിൽ ഭരണപക്ഷത്തിന്റെ ഗൂഢാലോചന വിജയിച്ചു. അതിന് തീരമേഖലയിലെ ജനങ്ങൾ കൊടുക്കേണ്ടി വന്ന വില ആരും മറക്കരുത്. സംഭവിച്ചത് മുഴുവൻ നഷ്ടം, ദേഹത്തെ വടവും മനസ്സിലെ മുറിവും ജീവിത ദുരിതവും. സമരം തീർക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതികൾ വാക്കുപാലിച്ചു നടപ്പാക്കുന്നില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് ഇപ്പോൾ പറഞ്ഞുകൂടാ. എന്തായാലും ഒരിക്കൽ സർക്കാരിനൊപ്പം നിന്നവരെന്ന് അവകാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്ത തീരജനതയുടെ അനുഭവം മലയോര കർഷകർക്കും പാഠമാണ്. കാരണം ഇതിനകം കർഷകരെ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഉറപ്പുള്ള നിയമ സംരക്ഷണത്തിന്റെ പരിസരത്ത് എങ്ങുമല്ല. സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം കർഷകർക്ക് ആശ്വാസം ലഭിച്ചേക്കാവുന്ന ഭാഗ്യ പരീക്ഷണത്തിന്റെ അവസ്ഥയിൽ ഉപഗ്രഹ സർവേയുടെ റിപ്പോർട്ടുമായി, കുഴപ്പങ്ങൾ നിറഞ്ഞ മാപ്പുമായി സർക്കാർ നേരെ സുപ്രീം കോടതിയിലേക്ക് ചെന്നാൽ പിന്നെ കർഷകർ എപ്പോൾ കുടിയിറങ്ങേണ്ടി വരുമെന്ന് ആലോചിക്കാനുണ്ടാകൂ. കർഷകരുടെ മുറവിളിയല്ല, സർക്കാരിന്റെ വീഴ്ചയും അവതരണവും മാത്രമാണ് കോടതിയിലെത്തുക. ഇത്രയേറെ സമയം നൽകിയിട്ടും കുറ്റമറ്റ റിപ്പോർട്ട് പൂർത്തിയാക്കാതെ കൂടുതൽ സമയം ചോദിച്ചാൽ അത് ഭാഗ്യപരീക്ഷണമാണെന്നും മനസ്സിലാക്കാൻ വക്കീലാകേണ്ടതില്ല. ഗൗരവമേറിയ പിശകുകൾക്ക് പരിഹാരം ആവശ്യപ്പെടാനും പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള എല്ലാ അവസരവും ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. സാധ്യതകൾ നഷ്ടമായ കർഷകരെ ബൊമ്മകളാക്കി കുഴപ്പം പിടിച്ച റിപ്പോർട്ടുമായി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാരിന് എന്തു ധൈര്യമാണുള്ളത് ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്ന്? പ്രതീക്ഷിക്കാനുള്ള അവകാശം സ്വയം പാഴാക്കിയിട്ടാണ് 11ാം മണിക്കൂറിൽ സർക്കാർ എന്തൊക്കെയോ ഉറപ്പുകൾ പറയുന്നത്. ആ ഉറപ്പുകൾക്ക് അർത്ഥമുണ്ടോ? ഉണ്ടാകണം.
ഉണ്ടായ പറ്റൂ. സർക്കാരിന്റെ വീഴ്ച സുപ്രീം കോടതി ക്ഷമിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് മലയോര ജനതയാണല്ലോ. അത് ഏതൊക്കെ വിധത്തിലാകുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ഇത്ര നിസ്സാരമായി ഇത്രയേറെ ജനങ്ങളുടെ ജീവിതങ്ങളെ കാണാൻ സർക്കാരിന് എങ്ങനെയാണ് കഴിയുന്നത്? വികസനം എന്നത് കുറെ പദ്ധതികളും അതിനുള്ള പണം മുടക്കിലും അത് ചെയ്യുന്ന കുറെ കോർപ്പറേറ്റുകളും മാത്രമാണെന്ന മട്ടിലാണ് ഭരണാധികാരികളിൽ പലരുടെയും പ്രതികരണങ്ങളെല്ലാം. നാട്ടിലെ ജനങ്ങളിൽ വലിയ വിഭാഗത്തിന്റെ പ്രശ്നങ്ങളോടും മുറവിളിയോടും അവർക്ക് അനുഭവമില്ല. എത്രയോ ജില്ലകളിലെ എത്രയോ ലക്ഷം ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതാണ് ബഫർ സോൺ വിഷയം. അത് വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ പോലെ പെട്ടെന്ന് ഉണ്ടായതല്ല. പരിശോധിക്കാൻ സർക്കാരിന് സമയം കിട്ടാതെ പോയതുമല്ല. എന്നിട്ടും കർഷകർ ആശങ്കയുടെ കയത്തിലാണിപ്പോൾ. അവരെ സർക്കാർ അവിടേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇത്രമാത്രം ഇക്കാര്യം അവഗണിക്കാൻ സർക്കാരിന് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ? മലയോര കർഷകരോട് നിസ്സംഗതയുണ്ടോ? സംശയം തോന്നിപ്പോകുന്നു. മുഖ്യമന്ത്രി സഭാ മേലധ്യക്ഷന്മാരെയും മറ്റും കണ്ടത് നല്ല കാര്യം. അത് സംഭാഷണത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും വഴിയുമാണ്. എന്നാൽ അതിൻ്റെ ആശ്വാസമല്ല മലയോരത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ മതിയാകുന്നത്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർക്കാർ തനിയെ വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാത്ത വീഴ്ചയാണ് ഇക്കാര്യത്തിലുള്ളത്. സുപ്രീം കോടതി എന്തു പറയാൻ പോകുന്നു എന്നതിലാണ് കർഷകർക്ക് ആശങ്ക. അവരുടെ എല്ലാ ആകുലതയും അതേക്കുറിച്ച് തന്നെ. രേഖകളിൽ മാത്രം കാര്യങ്ങൾ അറിയുന്ന ന്യായാധിപന്മാരുടെ മുൻപിൽ ജനങ്ങൾക്കു വേണ്ടി മതിയായ രേഖകൾ എത്തിക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റെതാണ്. അത് തയ്യാറാക്കുന്നതിൽ സർക്കാർ വരുത്തിയ വീഴ്ച എത്ര ലക്ഷം പേരുടെ ഹൃദയങ്ങളിലാണ് ആദി പടർത്തുന്നതെന്ന് കാണാൻ ഭരണാധികാരികൾ വൈകി. ഇനി തർക്കത്തിന് സമയമില്ല. വേണമെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ നീക്കാൻ അറിയുന്ന സർക്കാരാണിത്. ആ വേഗം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായാൽ നിർദ്ദിഷ്ട 1 കിലോമീറ്റർ കരുതൽ മേഖല തിരക്കുള്ള ജനവാസ മേഖലയെന്ന് ബോധ്യമാക്കുന്ന വിധത്തിൽ ഫീൽഡ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയും. അത് സമർപ്പിച്ചുകൊണ്ട് കോടതിയോട് സാവകാശം ആവശ്യപ്പെടുകയും ചെയ്യാം. ഭരണം നടത്തേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരല്ല, തങ്ങളാണെന്ന കാര്യത്തിൽ ഭരണാധികാരികൾ മറവി ഭാവിക്കരുത്. അവരെ പഴി പറഞ്ഞ് ദുരുദ്ദേശങ്ങൾ നടപ്പാക്കുകയും അരുത്. അത് കുഴപ്പമുണ്ടാക്കും.